ഫില്ലത്തുൽ കൻസി ഖളാ ഫല്ലാഹുൻ ഹയാത്തഹു യഅമലു വ യജിദ്ദു ഫി അർളിഹി. ഒരു കർഷകൻ തൻ്റെ ജീവിതം അധ്വാനത്തിലായി ചെലവഴിച്ചു. വ യജിദ്ദു ഫി അർളിഹി, തൻ്റെ ഭൂമിയിൽ അധ്വാനിക്കുന്നവനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചത്. വ യജ്നി മിൻഹ, ആ ഭൂമിയിൽ നിന്ന് അദ്ദേഹം കൊയ്തെടുത്തു അത്തിയബ് സമറാത്തി, നല്ല നല്ല ഫ്രൂട്ട്സുകൾ, പഴങ്ങൾ. വയീഷു ഫി റഈദിൻ, അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പ്രൗഢിയോടുകൂടിയാണ് അദ്ദേഹം ജീവിച്ചത്. മിമ്മ തൊയില്ലുഹു അലൈഹി അർളുഹു, അങ്ങനെ അദ്ദേഹം അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഭൂമി നല്ല വിലപിടിപ്പുള്ളതാക്കി മാറ്റി. വലമ്മ ബല സിന്നല്ലാഫ്, പ്രായം ദുർബലമായപ്പോൾ, അദ്ദേഹം വയസ്സായപ്പോൾ എന്നർത്ഥം. വഹസ്സ അന്ന നിഹായത്തഹു തഖ്തരിബു, അദ്ദേഹത്തിൻ്റെ മരണം അടുത്തായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനക്ക് തോന്നി. ആ സമയത്ത് ജമാ ഉലാദുഹു സലാസത്തെ, അദ്ദേഹത്തിൻ്റെ 3 മക്കൾ അദ്ദേഹം വിളിച്ചു. വഖാലഹും, എന്നിട്ട് അവരോട് പറഞ്ഞു, യാ അബ്നായി, എൻ്റെ മക്കളെ, ഇന്നി മുഷ്രിഫുൻ അലൽ മൗത്ത്, ഞാൻ മരണത്തെ എത്തി നോക്കുന്നവനാണ്. മരണം സംഭവിക്കാനായിക്കണം, എനിക്ക് മരണം എടുത്തുക്കണം. ഉക്കത് തറക്തുലക്കും, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഫി ഹാദിഹിൽ അർളി, ഭൂമിയിൽ, കൻസൻ, ഒരു നിധി. ഫലാ തബിഊഹ, നിങ്ങൾ അതിനെ വിൽക്കരുത്, ആ നിധിയെ വിൽക്കരുത് എന്നും പറഞ്ഞു. ആശല്ല ഉലാദു, അങ്ങനെ ആ മക്കൾ ജീവിച്ചു. മാ അബിയും, അവരുടെ ഉപ്പയുടെ കൂടെ. യഅമലൂന ഫി അർളിഹിം, അവരുടെ ഭൂമിയിൽ അധ്വാനിക്കുന്നവരായിട്ട്. ഹരീസീൻ അലിഹ, അതിൽ കൊതിക്കുന്നവർ, ആ നിധി കൊതിക്കുന്നവരായിട്ട്. ലിഅന്നഫിയ, കാരണം ലിഅന്നഫിയ, ഭൂമിയിലുണ്ട് കൻസൻ, ഒരു നിധി. സയുഅയ്യിറു മജ്റ ഹയാത്തുഹും, അവരുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സാധു ലൈഫായിരുന്നു അത്. നല്ല ഉന്നത ജീവിതം അവർക്ക് നയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. വക്കാന കുല്ലു വാഹിദും മിൻഹും, അവരിൽ നിന്നുള്ള ഓരോരുത്തരും യഈശു മാനഫ്സിഹി, തൻ്റെ ജീവിച്ചു മാനഫ്സിഹി, അവരുടെ ഹൃദയത്തിൽ അഹിലാമൻ സഈദത്തൻ, ഒരു സന്തോഷകരമായ സ്വപ്നം കണ്ടാണ് അവരെല്ലാവരും ജീവിച്ചിരുന്നത്. വബഅദ മൗതി അബീഹിം, അങ്ങനെ അവരുടെ പിതാവിൻ്റെ മരണത്തിന് ശേഷം ഇഖ്തലഫൽ ഔലാദു, മക്കൾക്കിടയിൽ ഇഖ്തിലാഫ് സംഭവിച്ചു. അലാമൻ യകൂന മിൻ ഹഖ്ഖിഹി ഇംതിലാക്കുൽ കൻസ്, ആ നിധിയുടെ ഉടമസ്ഥത ആരുടെ ഹക്കിൽപ്പെട്ടതാണെന്ന വിഷയത്തിൽ അവർക്കിടയിൽ എതിരഭിപ്രായം ഉണ്ടായി. ആ നിധി ആർക്കാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം എന്ന വിഷയത്തിൽ അവർക്കിടയിൽ തർക്കമുണ്ടായി. വഖാലൽ അഖുൽ അക്ബർ, അപ്പം വലിയ സഹോദരൻ പറഞ്ഞു, അന അക്ബറുക്കും, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മകൻ. വാന മിസുൽ അബീക്കും, ഞാൻ നിങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്താണ്, പിതാവിനെ പോലെയാണ്. ഫമിൻ ഹക്കി, അതുകൊണ്ട് തന്നെ എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് നംലിക് ഹാദൽ കൻസ്, ഈ നിധിയെ ഉടമപ്പെടുത്തുക. ഇന്ദമാന ജിദുഹു, അത് ലഭിക്കണ സമയത്ത് അത് എനിക്കാണ് വേണ്ടത്, എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് പറഞ്ഞു. വക്കാലൽ അഹുൽ ഔസത്ത്, എന്നാലും മധ്യത്തിലുള്ള മിഡിൽ ആയിട്ടുള്ള ബ്രദർ സഹോദരൻ പറഞ്ഞു, അതല്ല, ഇന്ന ഹാദൽ കൻസ, ഈ നദി യജിബയ്യക്കൂനലി, അത് എനിക്കുള്ളതാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. ഫൈന്നി കുന്തു അക്സറുക്കും, ഞാനായിരുന്നു നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മുസാഅദത്തൻ, ഹെൽപ്പ് ചെയ്യുന്ന ആളിൽ അബി, എൻ്റെ ഉപ്പന്. ഫി അമലിഹി ബിൽ അർളി, ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങളിൽ ഉപ്പനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യക്തി ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് അതിന് ഏറ്റവും ബന്ധപ്പെട്ട ആൾ. വസ്തദ്ദ ബൈനഹുമൽ ജിദാൽ, അവർക്കിടയിൽ തർക്കം മൂർച്ഛിച്ചു. വക്കാനൽ അഹുൽ അസ്ഗർ സോമിത്തൻ യസ്തമിഉ ഇലൈഹിമ, ആ ചെറിയ സഹോദരൻ നിശബ്ദനായി, അവരിലെ 3ാമത്തെ ചെറിയ സഹോദരൻ വളരെ നിശബ്ദനായി ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. സുമ്മ ഖാല ലഹും, എന്നിട്ട് അവരോട് 2 പേരോടും പറഞ്ഞു, ലിമാദാ തഖ്തലിഫാനി, നിങ്ങളെന്തിനാണ് നിങ്ങളെന്തിനാണ് തർക്കിക്കുന്നത്? ഇന്നൽ വാജിബ, നമ്മുടെ മേൽ നിർബന്ധമാകുന്നത് അൻ നക്തസിമ ഹാദൽ അർള്, ഈ ഭൂമി ഡിവൈഡ് ചെയ്യലാണ്, നമ്മൾ വിഭജിക്കുകയാണ് വേണ്ടത്. വയക്കൂനൽ കൻസു, നിധിയാകും, മിൻ ഹക്കി മൻ യജിദുഹു ഫി ഖിസ്മിഹി, ആരുടെ വിഹിതത്തിലാണോ ആ നിധി എത്തിക്കുന്നത് അവർക്കുള്ളതായിരിക്കും ആ നിധി. ഭൂമി വീതിച്ച്
മൂന്നാക്കും വീതിച്ചെടുക്കുമ്പോൾ ആരുടെ സ്ഥലത്താണോ നിധി ഉണ്ടാവുക അവർക്കായിരിക്കും അതിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞു ചെറിയ മകൻ. ഈ ചെറിയ മകൻ്റെ അഭിപ്രായത്തോട് റളിയൽ അഹ്വാനി ബിഹാദൽ ഹല്ലി, ഈ ഒരു പരിഹാരത്തിനോട് രണ്ട് സുഹൃത്തുക്കളും രണ്ട് സഹോദരങ്ങളും തൃപ്തിപ്പെട്ടു. വക്തസമൽ ഇഖ്വത്ത് സലാസ തുല്ലറള, ഈ മൂന്ന് സഹോദരങ്ങളും അവരുടെ ഭൂമിയെ അവർ വീതിച്ചു. വബദ അൽ അഹ്വാനി, രണ്ട് സഹോദരങ്ങൾ ആരംഭിച്ചു. രണ്ട് സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ബറു വൽ ഔസത്തു, ഏറ്റവും മുതിർന്നവനും അതുപോലെ മധ്യത്തിലുള്ളവനും. എന്തിന്? യഹ്ഫിറാനിൽ അർള, ഭൂമി കൊയ്ക്കാൻ ആരംഭിച്ചു. ബഹസൻ അനിൽ കൻസി, ആ നിധി അന്വേഷിച്ചവനായും കൊണ്ട്. ഇല്ല എങ്കിലും അന്നഹും അവ രണ്ടുപേർക്കും ലമജിദാഹു, ആ നിധി അവർക്ക് കിട്ടില്ല. ഒമറത്തിൽ അയ്യാമോ വല്ലസാബിയോ, ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. വഹുമാ യഹ്ഫിറാനി വയബഹസാനി, അവർ രണ്ടുപേരും കൊയ്ച്ചുകൊണ്ടേയിരുന്നു, ആ നിധി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ദൂന ജിദ്വ, വിശ്രമമില്ലാതെ അവർ, മടുപ്പില്ലാതെ അവർ അത് അങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ അമ്മൽ അഹുൽ അസർ, ചെറിയ സഹോദരൻ, ഫഖദ് ബഹസാനിൽ കൻസി, അവന് ആ നിധിയെ അവനും അന്വേഷിച്ചു അയ്യാമ, ദിവസങ്ങളോളം. സുമ്മൻ സറഫ പിന്നെ അൻഹാദിൽ ഹുൽമ, അവൻ ആ സ്വപ്നം നിർത്തിവെച്ചു പിരിഞ്ഞു. ആ സ്വപ്നം കിട്ടൂല എന്ന പ്രതീക്ഷയില്ല. വാസ്ര, അവൻ ഉള്ളരി. ഫഹറസലല്ലറത്, ഭൂമിയിൽ അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി. വബദറ ഫിഹൽ ഹബ്ബ, ആ ഭൂമിയിൽ അവൻ വിത്ത് നട്ടു. വാഹദ യത്താഹദുഹ, അതിനുള്ള കൃഷിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. വയാമലു ഫിഹ ബിജിദ്ദീൻ വൈജിത്തിഹാദി വനശാത്തീൻ, ആ ഭൂമിയിൽ അവൻ വളരെ ആവേശത്തോടു കൂടി കഠിനമായും ഹാർഡ് വർക്കോടുകൂടി അവൻ ആ ജോലി ചെയ്യാൻ തുടങ്ങി. അമ്മ അഹ്വാഹു, അപ്പോൾ അവൻ്റെ മറ്റേ രണ്ട് സുഹൃത്തുക്കളുണ്ടല്ലോ, ബ്രദേഴ്സ്, അവർ രണ്ടുപേരും ഫഖദ് നഫിദ മാ ഇൻദഹുമ, അവർ രണ്ടുപേരുടെയും അടുക്കുള്ള എല്ലാം കാലിയായിരുന്നു, അവരുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. വദഹബ, അങ്ങനെ അവർ രണ്ടുപേരും പോയി ഇല അഹിഹിമ ലസർ, അവരുടെ ചെറിയ സഹോദരൻ്റെ അടുത്തേക്ക് പോയി. ഫറഹബ ബിഹിമ, ആ തൻ്റെ ബ്രദേഴ്സിനെയും ആ ചെറിയ സഹോദരൻ വെൽക്കം ചെയ്തു. വഖദ്ദമ ലഹുമത്വാം, അവർ രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്തു. ഒബാദ നക്കല, അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചതിന് ശേഷം കാലല്ലാഹുൽ അക്ബർ, വലിയ സഹോദരൻ പറഞ്ഞു, ലഖദ് ഹഫർത്തു, ഞങ്ങൾ കൊയ്ച്ചു, കുല്ല ശിബിരി മിനലർദ്, ഭൂമിയിലെ ഓരോ ചാണും, ബഹസൻ അനിൽ കൻസി, ആ നിധി അന്വേഷിച്ച് ഞങ്ങൾക്ക് ലഭിച്ച ഭൂമിയിലെ ഓരോ ഇടവും ഞങ്ങൾ കൊയ്ച്ചു. വലാക്കിൻ എങ്കിലും ഞാൻ ലമജിദ്, എനിക്കത് എത്തിക്കാൻ സാധിച്ചില്ല. വക്കാല ലഹുൽ ഔസത്ത്, അപ്പോൾ ആ മധ്യത്തിലുള്ള മറ്റേ മിഡിൽ ബ്രദറും പറഞ്ഞു, ലൗ ദല്ലന വാലിദുന, നമ്മുടെ പിതാവെങ്ങാനും നമുക്ക് അറിയിച്ചു തന്നിരുന്നെങ്കിൽ, അലാ മക്കാനിൽ കൻസ്, ആ നിധിയുടെ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിയിച്ചു തന്നിരുന്നെങ്കിൽ, ല അറാഹന മിൻ ഹാദൽ അന, ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് വിശ്രമമെടുക്കാമായിരുന്നു, ഇങ്ങനെ ഒരു പ്രയാസപ്പെടേണ്ടി വരുന്നില്ല. അന്നിപ്പോൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മളാകൂലല്ലോ. കാലല്ലാഹുൽ അസ്ര, ആ സമയത്ത് ചെറിയ സഹോദരൻ പറഞ്ഞു, ഓ എബത്തസിമോൻ, പുഞ്ചിരിച്ചുകൊണ്ട്, ഹക്കൻ, സത്യത്തിൽ ഇലക്കത് സ്വതക്ക വാലിദുന, യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവ് നമ്മളോട് സത്യസന്ധതയാണ് പുലർത്തിയത്, സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഫില്ലർലി, തീർച്ചയായിട്ടും ഭൂമിയിലുണ്ട് കൻസൻ, നിധിയുണ്ട്. വലാക്കിന്നോ, എങ്കിലും ഉപ്പ ലൈസമിൻ ദഹബിൻ വലാ ഫില്ലത്തിൻ, ആ ഭൂമിയിലുള്ള നിധി അത് സ്വർണവും വെള്ളിയൊന്നല്ല. ഇന്ന ഹാദിയിൽ അർള ഹിയല്ലത്തി തുഖ്രിജു ദഹബ വൽ ഫില്ലത്ത ബിൽ അമലി വൽ ജിദ്ദി, ഈ ഭൂമിയിൽ ഹിയ അല്ലത്തി തുഖ്രിജു ദഹബ വൽ ഫില്ലത്ത, ഈ ഭൂമിയിൽ നമുക്ക് സ്വർണവും വെള്ളിയും പുറത്തെടുക്കാൻ കഴിയും. ബിൽ അമലി വൽ ജിദ്ദി, കഠിനാധ്വാനം കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ കൃഷിയും മറ്റൊക്കെ ചെയ്ത് കഠിനാധ്വാനം ചെയ്യൽ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് സ്വർണവും വെള്ളിയും കുഴിച്ചെടുക്കാൻ പറ്റും എന്നതാണ് ഉപ്പ ഉദ്ദേശിച്ചത്. സുമ്മ ഷറഅൽ അഖവാനി, അങ്ങനെ അക്ബറുൽ ഔസത്ത്, വലിയവനും മധ്യത്തിലുമുള്ള രണ്ട് സഹോദരങ്ങൾ ആരംഭിച്ചു. യാമലാനി ഫിയർലിഹിം, അവർ രണ്ടുപേരുടെയും ഭൂമിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ലക്സിബാ മിൻഹ, അതിൽ നിന്നും കൊയ്തെടുക്കാൻ വേണ്ടി അല്ല ഖൈറ, ഖൈറുകൾ അല്ലതി ഹറസ ബുഹുമ, അവർ രണ്ടുപേരുടെയും പിതാവ് കൊതിച്ച ആ ഖൈറിനെ കൊയ്തെടുക്കാൻ വേണ്ടി. അയ്യബക്കിയ, പിതാവ് എന്താണ് കൊതിച്ചത്? അയ്യബക്കിയ ലൗലാദിഹി, അദ്ദേഹം ബാക്കി വെച്ചത് തൻ്റെ മക്കൾക്ക് വേണ്ടി. മിമ്പാദി, അദ്ദേഹത്തിൻ്റെ കാലശേഷം തൻ്റെ മക്കൾക്ക് ബാക്കി വെച്ച
ആ പിതാവ് കൊതിച്ച ആ ഹൈറിനെ വാർത്തെടുക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ആ ഭൂമിയിൽ അവരും അധ്വാനിക്കാൻ തുടങ്ങി.